ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ക്യാരറ്റ് വെച്ചിട്ടാണ് നമ്മളിന്ന് ഈ ഒരു സ്നാക്ക് ചെയ്യുന്നത്. ക്യാരറ്റ് വടാന്നോ ക്യാരറ്റ് ബജ്ജി എന്നൊക്കെ നമുക്ക് പറയാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 മീഡിയം സൈസ് ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് നല്ല തിന്നായിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഗ്രേറ്റർ യൂസ് ചെയ്തിട്ട് അതായിരിക്കും നമുക്ക് കൂടുതൽ നല്ലത്. മിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമ്മൾ സാധാരണ ഉള്ളി ബജിയിൽക്കൊക്കെ എടുക്കുന്ന സാധാരണ ബജിയുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ അതിന് വേണ്ടുള്ളൂ. ഒരു മീഡിയം സൈസ് സബോള, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 എരിവുള്ള പച്ചമുളകുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പച്ചമുളക് നല്ല എരിവുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് മുളക് പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് 2 എടുത്തേക്കാണ്. നമുക്ക് ബജിയൊക്കെ കഴിക്കുമ്പോൾ ഒരു ഇത്തിരി എരിവോടുകൂടി കഴിക്കണമല്ലോ, ചായക്കൊക്കെ കോമ്പിനേഷനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. 2 ബ്രെഡ് ഞാനിങ്ങനെ ക്രംസ് ആക്കി എടുത്തിട്ട് ജസ്റ്റ് ആഡ് ചെയ്യുക. അത് മുഴുവനായിട്ട് ആഡ് ചെയ്യണമെന്നില്ല. ഒരു 4-5 ടേബിൾ സ്പൂൺ മാത്രമാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതധികം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബജി എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ബജി ഒന്ന് കയ്യിൽ വെച്ച് ഷേപ്പ് ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യുന്നത്. കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുരുമുളക് പൊടി നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. സ്പൂൺ വെച്ചിട്ടല്ല, കൈ വെച്ചിട്ട് തന്നെ ചെയ്യണതായിരിക്കും നല്ലത്. എന്നാലാണ് ആ ക്യാരറ്റിൽ നിന്നുള്ള വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ ബ്രെഡ് ക്രംസും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ചിട്ട് ഒന്ന് സെറ്റായിട്ട് വരുള്ളൂ. ഇനിയും ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് വെക്കുക. അപ്പോൾ ബ്രെഡ് ക്രംസൊക്കെ ഒന്ന് നന്നായിട്ട് കുതിർന്നിട്ട് നമുക്ക് ഇനി ചേർക്കാനുള്ളത് പൊടിയുടെ ആ ഒരു അളവ് നമുക്ക് കറക്റ്റ് മനസ്സിലാവാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇത് എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. വട ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റില്ല. കാരണം ക്യാരറ്റിൽ കുറച്ച് വാട്ടർ കണ്ടൻറ്റ് ഉള്ളതാണ്. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ക്രിസ്പി എഫക്റ്റിനും കൂടി വേണ്ടിയിട്ട് ഞാനിതാ ഒരു 1.5 ടേബിൾ സ്പൂൺ കൂടി നമ്മുടെ റോസ്റ്റഡ് റൈസ് ഫ്ലോർ അല്ലെങ്കിൽ അരിപ്പൊടി, നമ്മൾ പത്തിരിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഈ പത്തിരിപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ 2 ഗുണങ്ങളുണ്ട്. ഒന്ന് നമുക്ക് നല്ല ഷേപ്പിലായിട്ട് വട അല്ലെങ്കിൽ ബജി ഉണ്ടാക്കാനായിട്ട് പറ്റും. രണ്ടാമത് നമുക്ക് നല്ലൊരു ക്രിസ്പി ഇഫക്റ്റ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് കയ്യിൽ വെച്ചിട്ട് സാധാരണ ഒരു റൗണ്ട് ഷേപ്പിലാണ് ഞാനിപ്പോൾ ഷേപ്പാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ ആക്കാം കേട്ടോ. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള ഗ്രീൻപീസ് വടയുടെ ഒക്കെ ആ ഒരു ഇതുപോലെ തന്നെയാണ് സെയിം ആയിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഷേപ്പിലോ അല്ലെങ്കിൽ ഈ ഒരു സൈസിലോ നമുക്ക് ആക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാതും കൈൻ്റെ അടിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. റൗണ്ട് ഷേപ്പ് ഇങ്ങനെ ആക്കിയിട്ട് നമുക്കെടുക്കാം. അപ്പോൾ ഇതാ 2 മീഡിയം സൈസ് ക്യാരറ്റിൽ നിന്ന് എനിക്കിതാ ഈ ഒരു അളവിലുള്ള വടയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഒരു 10 എണ്ണം നമുക്ക് ഈ ഒരു സൈസിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും അത് സെറ്റായിട്ട് ഇരിക്കും. ഒന്നും കൂടി ഒന്നൊരു പിടുത്തം, ഒരു ബൈൻഡിങ് നമുക്ക് കിട്ടും അത് എണ്ണയിലിടുമ്പോൾ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ്. നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. സാധാരണ നമ്മൾ പരിപ്പ് വടയും അതുപോലൊക്കെ ചെയ്തെടുക്കണ പോലെ തന്നെ ഇതും ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല തിളച്ച എണ്ണയിലോട്ട് നമ്മളിത് ഇട്ട് കൊടുക്കണം. ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ഇത് ഇട്ട് കൊടുത്തിട്ട് സാധാരണ നമ്മൾ ചെയ്തെടുക്കണ പോലെ തന്നെ ഗോൾഡൻ കളറായി വരുമ്പോൾ ജസ്റ്റ് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. അത്രയുള്ള പരിപാടി. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ ക്യാരറ്റൊക്കെ കഴിക്കാത്ത മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്ത് കുറച്ച് കെച്ചപ്പൊക്കെ കൂട്ടിയിട്ട് അവർക്ക് സെർവ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ അവരെന്തായാലും കഴിക്കും. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് ഇപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണ്, വീട്ടിൽ സ്പെഷ്യലായിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ചെയ്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. ചായക്കൊപ്പം ഒക്കെ നമുക്ക് സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ബ്രെഡ് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ബ്രെഡിന് പകരം വേണമെന്നുണ്ടെങ്കിൽ മൈദ യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്യാരറ്റ് വട ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പല രീതിയിൽ നമ്മൾ ക്യാരറ്റ് വട തയ്യാറാക്കി എടുക്കാറുണ്ട്. ചിലർ നമ്മൾ പരിപ്പ് വടയുടെ പരിപ്പൊക്കെ അടിച്ചിട്ട് ക്യാരറ്റ് വട തയ്യാറാക്കി എടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ക്യാരറ്റ് ഇതുപോലെ ബജിയാക്കിയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും.
മറ്റേതാകുമ്പോൾ പരിപ്പൊക്കെ നമുക്ക് സോക്ക് ചെയ്തിട്ടൊക്കെ ഇടണം. ഇതാകുമ്പോൾ അതൊന്നുമില്ല, നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ക്യാരറ്റ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത് തന്നെയാണ്. അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയാൻ മറക്കരുത്. ഇതേപോലെ തന്നെ ഈസി ആയിട്ട് കിഡ്സിനൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ ഒരു ഗ്രീൻ പീസ് വട ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മേലായിക്കാട്ടിലും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പോയി കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്